നമസ്കാരം. കോട്ടയത്ത് ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 5:20 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത്. ട്രെയിന് മുന്നിലേക്ക് 3 ബാർ ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് അറിയിച്ചത്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനകം തന്നെ പുറത്തു വന്നതാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഷൈനിയും ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസും തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണ്. കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസമായി ഷൈനി പാറോലിക്കലിലെ വീട്ടിലാണ് കഴിയുന്നത്. രാവിലെ പള്ളിയിൽ പോകാനാണെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ടും വീട്ടുകാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. BSc നഴ്സായിരുന്ന ഷൈനി വിവാഹശേഷം ജോലിക്ക് പോയിരുന്നില്ല. അടുത്തിടെ വീണ്ടും ജോലിക്ക് ശ്രമിച്ചു. ജോലി കിട്ടാതെ വന്നതിലുള്ള വിഷമം ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ജോലിക്ക് പോകാൻ ഷൈനിക്ക് മുന്നിൽ തടസ്സമായി നിന്നത് ഭർതൃ വീട്ടുകാർ തന്നെയാണ്. അതേസമയം മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെയാണ് നടന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചുങ്കം സെയിന്റ് മേരീസ് ക്നാനായ കാത്തോലിക്ക ഫെറോന പള്ളിയിലായിരുന്നു സംസ്കാരം നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചത് അറിയാവുന്ന നാട്ടുകാർ ആരും നോബിയുടെ വീട്ടിലേക്ക് എത്തിയില്ല. നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ എല്ലാവരും പള്ളിയിലെ പൊതുദർശനത്തിനാണ് എത്തിയത്. 3:15 വിലാപയാത്ര പള്ളിയിലെത്തിയത്. പള്ളിയിൽ വൻ ജനാവലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ഭയന്ന് ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനയെയും ഇവാനയെയും ഒരുമിച്ച് ഒരു കല്ലറയിലുമാണ് അടക്കിയത്. എവിടേക്കാണ് ഇനി തിരികെ ചെല്ലരുത് എന്ന് ഷൈനി ആഗ്രഹിച്ചത് അവിടെയാണ് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടന്നത് എന്നതും വിധി വൈപരീത്യമാണ്. ഭർത്താവ് നോബി ലൂക്കോസിന്റെ ഗാർഹിക പീഡനങ്ങളെ തുടർന്നായിരുന്നു ഷൈനി ഭർതൃവീട് വിട്ടിറങ്ങിയത്. എന്നാൽ സ്വന്തം വീട്ടിലെ ഇടവകയിൽ അടക്കാതെ ഷൈനിയെയും മക്കളെയും ഭർത്താവിന്റെ ഇടവകയായ തൊടുപുഴയിലെ ചുങ്കംപള്ളി ഇടവകയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തത്. ഷൈനിയുടെ ഇടവകയായ കാരിത്താസ് പള്ളി സെമിത്തേരിയിൽ അടക്കാനായിരുന്നു ആലോചന നടന്നിരുന്നത്. എന്നാൽ മകനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർതൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കം പള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം പൊതുസമൂഹത്തിൽ കടുത്ത എതിർപ്പുയർന്ന സംഭവത്തിൽ ചുങ്കം പള്ളിക്കാർ ആദ്യം കുറി കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ഇതിന് സമ്മതം അറിയിച്ചു. മകളും കൊച്ചുമക്കളും നഷ്ടമായ വേദനയിൽ തകർന്നിരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ കടും പിടുത്തത്തിന് നിന്നതുമില്ല. ഇതോടെയാണ് ഇന്നലെ തന്നെ ചുങ്കംപള്ളി സെമിത്തേരിയിൽ അവർ അന്തിയുറങ്ങിയത്. അതേസമയം ദാരുണ സംഭവം അറിഞ്ഞ നാട്ടുകാർ അടക്കം കടുത്ത അമർഷത്തിലാണ്. മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ തന്നെ നടന്നതായും ആരോപണമൊക്കെ ഉയർന്നിരുന്നു. ഒറ്റയ്ക്ക് പെൺമക്കളെ പോറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് ആദ്യകൊണ്ടാണ് ഷൈനി മക്കൾക്കൊപ്പം ജീവൻ ഒടുക്കിയത്. മികച്ചൊരു ജോലിക്കായി പരിശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതെല്ലാം വെറുതെയാകുന്ന അവസ്ഥയും ഉണ്ടായി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു. പിന്നീട് അത്യാവശ്യ ഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വരികയായിരുന്നു. ഇതോടെയാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത് മുഴുവൻ സഹോദരന്റെ ഭർത്താവ് കൂടി ചേർന്നിട്ടാണ്. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബ വഴക്കിന്റെ പേരിൽ വീട്ടുകാർക്ക് അന്യായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. കിട്ടിയ ഇടങ്ങളിലെല്ലാം തന്നെ ഭർത്താവിന്റെ സഹോദരനായ വൈദികൻ ഇടപെട്ട് ഉള്ള ജോലിയും കിട്ടിയ ജോലിയും ഇല്ലാതെയാക്കി. ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് അവർ നീങ്ങിയത്. നന്ദി.